വാഴ്ത്തുകയും ചെയ്യുന്നു. രാജ്യങ്ങളുമായും ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിനെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സഖറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെയും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവരെ കുറിച്ച് വ്യസനിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ് വായിച്ചത്. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ സകല ജനത്തിന്മേലും ദൈവം കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരാൻ ആഗ്രഹിക്കുക. അവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനങ്ങൾ വീരും ഈ ദൈവാത്മാവ് ആമേൻ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എന്നെ ഓർത്ത് എൻ്റെ മകളെ ഓർത്ത് പ്രാർത്ഥിങ്ങൾ. വളരെ പ്രതിസന്ധിയുടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴ്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും സാമ്പത്തിക മേഖലയിലും ശുശ്രൂഷ രംഗത്തും ശാരീരികമായിട്ടുമൊക്കെ വലിയൊരു വിടുതൽ നൽകാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിന് വചനമായി നിൽപ്പാനുള്ള കൃപയ്ക്കാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഓർപ്പിക്കുക. ഇവിടെ ഞാൻ വീണ്ടും വായിച്ച വചനത്തിലേക്ക് വരട്ടെ. കൃപയുടെയും യാചനകളുടെ ആത്മാവിനെ ദൈവം നമ്മളെ പകരാൻ ആഗ്രഹിക്കുമ്പോൾ നാം ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് ലോകമോഹങ്ങൾ വിട്ട് ദൈവത്തിലേക്ക് വരുമ്പോഴാണ് ദൈവം നമ്മെ അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ലോകസ്നേഹവും ലോകമോഹങ്ങളും ലോകത്തിനുള്ളതിനെ നമ്മൾ സ്നേഹിച്ചാൽ കർത്താവിന് നമ്മളെ പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പൊ സഖറിയ പ്രവാചകന്റെ ഈ പുസ്തകം എന്ന് പറഞ്ഞാല് വായിച്ച വചനം എന്ന് പറഞ്ഞാല് ഹല്ലേലൂയ, തങ്ങൾ കുത്തിയിട്ടുള്ളതിലേക്ക് നോക്കുന്ന ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27 ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ അത് നിവൃത്തിയാകുന്ന കാര്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രൂശിൽ മരിച്ച് കഴിഞ്ഞതിന് ശേഷം അവന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി തുറന്നത് അല്ലെങ്കിൽ മനുഷ്യ അധമന്മാരായിരുന്ന റോമൻ പടയാളികളായിരുന്നുവെങ്കിലും ഹല്ലേലൂയ, അവർ ഇസ്രായേൽ ജനത്തിനുള്ള അതിൽ ഇസ്രായേൽ ജനത്തിനുള്ള പങ്ക് ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതും അവന്റെ വിലാപ്പുറം കുത്തിത്തുറന്ന റോമൻ പടയാളികളാണെങ്കിലും അതിനകത്ത് ഇസ്രായേൽ ജനത്തെ യഹൂദാ ജനത്തിന്റെ പങ്ക് വളരെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനെ കുത്തിത്തുളച്ച ഇസ്രായേൽ ജനം ആ മുറിവിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ മുറിവ് കാണാനിടയാകുമ്പോൾ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ക്രിസ്തുവിനോട് കാണിച്ച കൊടും ക്രൂരതയെക്കുറിച്ച് അവർ മനസ്സിലാകും. ആ കൊടും ക്രൂരതയെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ ഒരു പിതാവിന് ആദ്യമുണ്ടായ ഏകജാതനായ മകൻ നഷ്ടപ്പെടുമ്പോൾ ആ പിതാവ് വേദനിക്കുന്ന പോലെ തന്നെ ഈ ജനം ഇസ്രായേൽ ജനം യഹൂദാ ജനം റോമൻ പടയാളി റോമൻ ജനം അന്ന് ഭാരപ്പെടുന്ന കർത്താവിനെ കാണുമ്പോൾ ഹല്ലേലൂയ, അവർ കുത്തിയിട്ടുള്ളവരിലേക്ക് നോക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അവർ തന്റെ ഏകജാതനായ പുത്രനെ കുറിച്ച് വിലപിക്കുന്നു. ഏകജാതനായ പുത്രൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മകനെ കുറിച്ച് ഒരു പിതാവും മാതാവും വ്യസനിക്കുന്നത് പോലെ വിലപിക്കുന്നത് പോലെ ഈ ജനം വിലപിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നാം കർത്താവിന്റെ കൂടെ എടുക്കപ്പെട്ട് 7 വർഷത്തെ ഇവിടുത്തെ അന്തിക്രിസ്തുവിന്റെ ഭരണം, അതിനുശേഷം അന്തിക്രിസ്തുവിനെ സാത്താനെയും അവന്റെ ആളുകളെയും ചങ്ങലയിലിട്ട് പിന്നെ ഒരു 1000 ആണ്ട് വാഴ്ചയും ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവും വിശുദ്ധന്മാരുമായി ഈ ലോകത്തെ ഭരിക്കുമ്പോൾ നിങ്ങൾ അതിൽ കാണണമെങ്കിൽ, നിങ്ങൾ അതിൽ ഉൾപ്പെടണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കൃപയുടെയും യാചനയുടെയും ആത്മാവിൽ നിറയപ്പെടണം. ഇനി കർത്താവ് വന്നിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പ്രാപിച്ച് അന്ന് ചേർന്ന് നടക്കാം. അതുവരെ ഈ ലോകത്തിൽ അടിച്ചു കളിച്ച് പോകാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയത്തില്ല. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കുന്ന അവരാണ് ക്രിസ്തുവിനോടൊപ്പം 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ കർത്താവ് വളരെ ജാഗ്രതയോടെ നിങ്ങളുടെ മേൽ യാചനയുടെയും കൃപയുടെയും ആത്മാവിനെ പകരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താണ് കൃപയുടെ ആത്മാവിനെ പകരുന്നത്, യാചനയുടെ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ.
നിങ്ങൾ പ്രാർത്ഥനാ വീരന്മാരായി ശോഭിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കന്മാർ, കൗമാരക്കാർ, അല്ലെങ്കിൽ അവരെ പ്രാർത്ഥിക്കുവാൻ ഒരുക്കിയെടുക്കണം. സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ ശൈശവ പ്രായം കഴിഞ്ഞ് ബാല്യത്തിലേക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് ഭാര്യയും കൗമാരവും അവരെത്തിക്കഴിയുമ്പോഴത്തേനും അവർ നന്നായിട്ട് പ്രാർത്ഥന വീരന്മാരായിരിക്കണം. അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവരെ സഭയിൽ ഒഴിവാക്കരുത്. കുഞ്ഞാണെന്നും പറഞ്ഞ് ഒഴിവാക്കി നിർത്തുന്ന അനവധി സഭകളും ദൈവദാസന്മാരും ഉണ്ട്. അവർക്ക് പ്രായമായില്ല, അവരെ പ്രായമാകട്ടെ, അവൻ പ്രാർത്ഥിച്ചുള്ളൂ, ഇപ്പോൾ മുതിർന്നവർ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കുന്ന അനുഭവങ്ങൾ. എന്തിനാ? കുടുംബത്തിൽ പോലും കുഞ്ഞുങ്ങളെ ഒഴിവാക്കി പലരും പോകുന്നുണ്ട് പ്രാർത്ഥനയിൽ അവരെ സഹകരിപ്പിക്കാതെ. അവര് വേണം ഇരുന്ന് കേട്ടോണം, അല്ലെങ്കിൽ അങ്ങനെ അവരിന്ന് കേട്ടത് കൊണ്ട് അവർക്കത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. പ്രായോഗികമായ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ വെച്ച് തന്നെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരത്തക്ക നിലയിൽ അവരെ ദൈവസനി ചേർത്തിരുത്തി അവരെ പ്രാർത്ഥിക്കുവാൻ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് പ്രാർത്ഥന എങ്ങനെയെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതേ അനുഭവത്തിലൂടെ അവർ ദൈവസനി പ്രാർത്ഥിച്ചു വളരണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു വളരുകയാണെങ്കിൽ ഒരിക്കലും മാതാപിതാക്കൾക്ക് ആ കുഞ്ഞുങ്ങൾ വേദനയോ തലവേദനയോ ആകത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൃപയുടെ ആത്മാവിൽ നിറയ്ക്കാതെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാതെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ മൊബൈൽ ചെറുപ്രായത്തിൽ ഈ ബാല്യത്തിൽ തന്നെ ഇട്ടുകൊടുത്ത് നിങ്ങൾ കളിപ്പിക്കുന്നുണ്ടല്ലോ, ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ അടിമയാണ്. അതേസമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൃപയുടെ ആത്മാവിനെ പകരാൻ വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരായ പാതയിലൂടെ ഏകസത്യ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ, ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണം. അങ്ങനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണമെങ്കിൽ അവനെ കൃപയുടെ ആത്മാവ് വേണം. കൃപയുടെ ആത്മാവ് നിറയപ്പെട്ടവന് മാത്രമേ ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. മുതിർന്ന തലമുറ കേട്ടോ. ഹല്ലേലൂയ. പല കുടുംബത്തിൽ ചെന്നാൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ കുട്ടികൾ മൊബൈൽ കളിക്കുക. സഭായോഗത്തിലും അത് തന്നെയല്ലേ പരിപാടി. സഭായോഗത്തിനും വലിയ ആളുകളുള്ള സഭയ്ക്കകത്തൊക്കെ കസേര ഇട്ടിരിക്കുകയുള്ള കസേരയ്ക്കിടയിലൂടെ ഇരുന്ന് മൊബൈൽ കളിക്കുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. കാരണം ഫുൾപിറ്റിൽ നിൽക്കുന്ന പാസ്റ്റർക്ക് കാണാൻ പറ്റത്തില്ല. പാസ്റ്റർക്ക് എല്ലാവരും കസേരയും കാണാൻ പറ്റില്ല. ഇടയ്ക്ക് ഇത് മൊബൈൽ കളിക്കുന്ന ചില ബിരുദന്മാർ സഭയ്ക്കകത്ത് ചില പിശാച് ബാധിച്ചവരിപ്പുണ്ട്. സഭയിലിരുന്ന് മൊബൈൽ കളിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ഭൂതമാണ്. കൃപയുടെയും യാതൊരു ആത്മാവില്ല. അവനെ ഭൂതമാണ് നയിക്കുന്നത്. ഭൂതാത്മാവിനാലാണ് അവൻ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്. കസേര അടുക്കിയിട്ട് അതിനകത്തിരുന്ന് മൊബൈൽ കളിക്കും. മൊബൈൽ നോക്കി മെസ്സേജ് അയക്കുമ്പോൾ മൊബൈലിനകത്തെ പടങ്ങൾ കാണുന്നവന്റെ മേൽ ആ സഭയ്ക്കകത്ത് പിശാച് ബാധിച്ചിട്ടുണ്ട്. ആ സഭ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. പാസ്റ്റർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പാസ്റ്റർക്ക് സ്റ്റേജിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ സഭയ്ക്കകത്ത് മൊബൈൽ കളിക്കുന്നുണ്ടെങ്കിൽ നീ ആ സഭയുടെ ശാപമാണ്. സഭയ്ക്കകത്ത് ആരാധനയ്ക്ക് ദൈവസനിൽ വന്നിരുന്ന് ദൈവമക്കൾ കൃപയുടെ ആത്മാവിനെ നിറയപ്പെട്ട ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുമ്പോൾ, ഏകസത്യ ദൈവമായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആത്മാവും ജീവനുമായിരിക്കും കർത്താവിനെ സ്തുതിച്ച് അവർ കർത്താവിന്റെ വരവിനായി അവരെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ മൊബൈൽ കളിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന സാത്താൻ എത്ര ഭയങ്കരമാണ്. നീ എത്ര ജഡികനാണ്, പ്രാകൃതനാണ് സഭയ്ക്കകത്ത്. നിന്നെ പോലെയുള്ളവരൊക്കെ സഭയ്ക്കകത്തൊന്നും ഇറക്കാത്തിടത്തോളം കാലം ആ സഭ അനുഗ്രഹിക്കപ്പെടത്തില്ല. അല്ലേടിയ. സഭയ്ക്കകത്ത് ജഡികന്മാർ പാടില്ല, കള പാടില്ല. ഒരുപാട് കളകൾ വന്നിരുന്ന് മൊബൈൽ കളിക്കുക. അതിനിടയ്ക്ക് കൃപയുടെ ആത്മാവ് നിറയപ്പെട്ട ദൈവമക്കൾക്ക് ഇരുന്ന് ആരാധിക്കാൻ കഴിയത്തില്ല. നിന്റെ അരികിൽ നീ മൊബൈൽ നോക്കുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്നു, നിന്നെ നോക്കും, നിന്റെ മൊബൈൽ ശ്രദ്ധിക്കുക. അവന്റെ ശ്രദ്ധ ഏകാഗ്രത നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി, ഈ വേർപെട്ട കൂട്ടങ്ങൾക്കകത്ത് ഈ മൊബൈലുകളിൽ നിർത്തണം കേട്ടോ. ഹല്ലേലൂയ. വേർപെട്ട കൂട്ടങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് എന്തിനു സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് എന്തിനു അവകാശമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാസ്റ്റർ ചോദ്യം ചെയ്യാൻ, പാസ്റ്ററിനെ അടിക്കാൻ, തെറി പറയാൻ, ചീത്ത പറയാൻ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിഗളിച്ച് കൂത്താടി സഭയ്ക്കകത്തിരിക്കുന്ന പ്രാകൃതനായിരിക്കാൻ വിശ്വാസി, ജഡിക വിശ്വാസിയെ, നീ മാനസാന്തരപ്പെട്ട, നീ മൊബൈൽ കളിക്കാൻ നീ സഭയ്ക്കകത്ത് വരരുത്. നീ സഭയ്ക്ക് ഞാൻ മുമ്പ് പറഞ്ഞ ശാപമാണ്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ 48:10, നീ മൊബൈൽ കളിക്കുമ്പോൾ യഹോവയുടെ പ്രവൃത്തി ആരാധനയെ നീ ഉദാസീനോട് ചെയ്യുമ്പോൾ, സഭയ്ക്കകത്ത് നീ മൊബൈൽ കളിക്കുമ്പോൾ നീ സഭയ്ക്കകത്ത് ജഡികനാണ്, പ്രാകൃതനാണ്, നീ ശപിക്കപ്പെട്ടവനാ. നീ സഭയ്ക്കകത്ത് മൊബൈൽ കളിക്കരുത്. നീ മൊബൈൽ തോണ്ടാനാണെങ്കിൽ നീ വീട്ടിലിരുന്നാൽ മതി. സഭയ്ക്കകത്ത് നീ സഭയ്ക്ക് നീ ഒരു ഭാരമായി മാറരുത്.
സഭയിൽ കടന്നു വരുന്ന ദൈവമക്കൾ ഒരുപാട് സങ്കടപ്പെട്ടും കണ്ണുനീരിലും ദുഃഖത്തിലും വേദനയിലും അവർ ഒരാഴ്ച കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ പങ്കുവെച്ച് ദൈവസന്നിധിയിൽ കൃപയുടെ യാചയുടെ ആത്മാവിൽ ആരാധിച്ച് അവർ ബലപ്പെടാൻ കടന്നു വരുന്നവരാ. ആമേൻ. ദൈവസഭ പച്ചയായ പുൽപ്പുറമാണ്. പച്ചയായ പുൽപ്പുറത്തിൽ ഇടയും തീറ്റ കൊടുക്കും. ഇടയും തീറ്റ കൊടുക്കാൻ വേണ്ടി അവിടുത്തെ പാസ് എഴുന്നേറ്റ് വചനം പ്രസംഗിക്കുമ്പോൾ നീ മൊബൈൽ തോട്ടിക്കൊണ്ടിരിക്കുക. നിന്നെ ആരാ സഭയ്ക്കകത്ത് കൊണ്ട്? നിന്നെ ആരാ വിളിച്ചത്? നിന്നെ ആരാ സ്നാനപ്പെടുത്തിയത്? നിന്റെ മേലുള്ള അഭിഷേകം എന്താ സഹോദര? നീ മൊബൈൽ കളിക്കാൻ സഭയ്ക്കകത്ത് വരുന്നതിനെ ഇറക്കി വിടണം. പാസ്മാരോട് പറയട്ടെ, സ്വോത്ര കാഴ്ച നോക്കി ദശാംശം നോക്കി മൊബൈൽ കളിക്കാൻ നീ അനുവാദം കൊടുക്കരുത്. സ്വോത്ര കാഴ്ച കുറഞ്ഞു പോകും, ദശാംശം കുറഞ്ഞു പോകും. അടുത്ത ആഴ്ച വന്നില്ലേ എന്ത് ചെയ്യും? അതുകൊണ്ട് മൊബൈൽ കളിക്കാൻ അനുവാദം കൊടുക്കുന്ന പാസ്റ്റർമാരോട് പറയട്ടെ, നിന്റെ അവസാനം നിത്യ നരകത്തിലാണ്. നീയാ പ്രോത്സാഹിപ്പിക്കുന്നത്. സഭയിലെ പാസ്റ്റർമാർ ഫുൾ പീരീഡ് മൊബൈൽ നോക്കരുത് കേട്ടോ. കൃപയുടെ യാചയുടെ ആത്മാവിൽ ആരാധിക്കാൻ വന്നവൻ, അല്ലെങ്കിൽ കൃപയുടെ യാചയുടെ ആത്മാവിൽ ആരാധിച്ച് ദൈവവചനം ശക്തമായിട്ട് വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം. പ്രൈസലോ. അല്ലേരിയ കമ്പോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, ഇഷ്ടപ്പെട്ടില്ലേലും ഞാൻ അങ്ങനൊക്കെയാ. പ്രൈസലോ. ഉള്ള കാലം ഒരു ദിവസമേ ദൈവസം നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഹാബേലിനെ പോലെ ഒറ്റ ആരാധന കഴിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അത് ദൈവത്തിന് പ്രസാദമായിരിക്കണം. ഹാബേലിന് ഒറ്റ ആരാധന ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ഒറ്റ യാഗമേ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതൊരു യാഗം നടത്തുവാൻ അവന്റെ ജ്യേഷ്ഠനായ കായീൻ സമ്മതിച്ചില്ല. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചുകൊണ്ട് കായീൻ അവനോട് കോപം തോന്നി, അവനെ പുറത്തു കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരുടെ ഒറ്റ ആരാധന നിനക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ദൈവം പ്രസാദിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ സഭയ്ക്കകത്തുനിന്ന് അവർ മൊബൈൽ തൊട്ടാൻ അവർക്ക് മൊബൈൽ വിട്ടു കൊടുക്കരുത്. സഭയ്ക്കകത്ത് വരും ഈ ബൈബിളിന്റെ മുകളിൽ മൊബൈൽ എടുത്ത് വെച്ചിരിക്കുന്ന പ്രാകൃതരായിരിക്കുന്ന ജഡിക ആണും പെണ്ണും വായിക്കുന്ന കൗമാരക്കാരും യൗവനക്കാരും വാർദ്ധകരായിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. ജഡികന്മാർ മൊബൈൽ എടുത്ത് മൊബൈൽ വെച്ചു ബൈബിൾ പറഞ്ഞോട്ടെ, ബൈബിൾ വാക്യം പറഞ്ഞ വായിക്കാൻ മൊബൈൽ എടുത്ത് പുറത്ത് ബൈബിൾ വായിക്കുന്ന പ്രാകൃത വിശ്വാസി ഉണ്ടല്ലോ. നീ മൊബൈൽ നോക്കി വചനം വായിക്കാൻ സഭയിലേക്ക് വരരുത്. നീ മൊബൈൽ നോക്കി പാട്ട് പാടാൻ വരരുത്. നീ വീട്ടിലിരുന്നോണ്ടേ സഭയ്ക്കൊരു ഭാരമാകണ്ട. നീ സഭയ്ക്ക് ഭാരമാകാൻ നീ വരണ്ട. നീ വീട്ടിൽ നിന്ന് മൊബൈൽ നോക്കി കളിക്കുകയോ ചാടുവോ തോണ്ടുവോ ചാറ്റുവോ എന്തെങ്കിലും ചെയ്യും. സഭയ്ക്കകത്ത് നീ ഒരു ഭാരമായി തരരുത്. ഹല്ലേലൂയ. സ്തോത്രം. സക്കറിയ പ്രവാചകൻ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുമേലും കൃപയുടെ യാചനയുടെ ആത്മാവിന് പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കുമെന്നാണ്. പ്രവചനം പൂർത്തീകരിക്കണം. സഭയ്ക്കകത്ത് പ്രവചന ശുശ്രൂഷ നടക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥന മനുഷ്യൻ, നിങ്ങൾ പ്രാർത്ഥന വീരനായി കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, മൊബൈൽ വീരനായിട്ട് കാണാനല്ല. ചില വീട്ടിൽ ചെന്ന ചില അപ്പന്മാര് പറയും, അയ്യോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബ് ഭയങ്കര വശം. യൂട്യൂബ് കുട്ടികൾക്ക് യൂട്യൂബ് എന്ന് പറയാം, യൂട്യൂബ് എന്നൊക്കെയാ പറയുന്നത്. ആ യൂട്യൂബ് പഠിപ്പിക്കുന്ന മാതാവേ പിതാവേ, നീയാണ് ഏറ്റവും വലിയ ജഡിക സ്ത്രീ, ഏറ്റവും വലിയ ജഡികനായ പിതാവ്. നിന്റെ മക്കളെ യൂട്യൂബ് പഠിപ്പിക്കുക. നീ ചോറുണ്ടാൻ നേരത്തെ എളിയലൊക്കത്ത് വെച്ചുകൊണ്ട് ചോറുണ്ടുമ്പോൾ മൊബൈൽ മുമ്പിൽ കൊടുത്തുകൊണ്ട് നീ പഠിപ്പിക്കുക നിന്റെ മക്കളെ. പ്രൈസലോ. നീ മാനസാന്തരപ്പെട്ട് ദൈവസന്നി വിശുദ്ധിയോടെ ദൈവസന്നി വരണം. പ്രൈസലോ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന വീരന്മാരെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറച്ചിരിക്കണം. നിങ്ങൾ പ്രാർത്ഥന വീരന്മാരായിരിക്കണം. പ്രാർത്ഥന ഉറച്ചിരിക്കണം. പ്രാർത്ഥനയിൽ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്നെങ്കിൽ പ്രാർത്ഥന മാത്രമേ നിങ്ങളുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കത്തുള്ളൂ. പ്രാർത്ഥിക്കാത്തവന്റെ ജീവിതത്തിൽ വിശുദ്ധിയില്ല. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്തവന്റെ ജീവിതം അശുദ്ധിയിൽ നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മാത്രമേ ദുഷ്ടശക്തികളെയും സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥനയിൽ മാത്രമേ ദുഷ്ടശക്തികളെ സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുള്ളൂ. എഫേസ്യ ലേഖനം 6:10-12 വാക്യങ്ങൾ വായിക്കും. ഒടുവിൽ കർത്താവിലും എന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രം കൊണ്ട് എതിർക്കാൻ കഴിയേണ്ടതിനെ ദൈവത്തിന്റെ സർവായുധവർക്ക് ധരിച്ചുകൊള്ളുവിൻ. വല്ലപ്പോഴും വായിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ പറയാ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ള കുടുംബത്തിൽ നിന്റെ സഹോദരനോടല്ല, സഹോദരിയോടല്ല, നിന്റെ പിതാവിനോട് മാതാവിനോടല്ല, അമ്മായിയോട് വരുമ്പോഴല്ല, സഭയ്ക്കകത്തെ വിശ്വാസികളോടല്ല, സഭയ്ക്കകത്തെ പാസ്റ്ററോടല്ല പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല. വിനാരുടെ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൽ ലോകാധിപതി, സർവ്വലോകത്തിൽ ദുഷ്ടാത്മശയായി 4 സാത്താന്യ ശക്തികളെ തോൽപ്പിക്കണമെങ്കിൽ നീ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കണം. ഈ 4 സാത്താന്യ ശക്തികളും പ്രവർത്തിക്കുന്നത് ഈ ജഡരക്തങ്ങളിലാണെന്ന് മാത്രം.
ഈ 4 ശക്തികൾ പ്രവർത്തിക്കുന്നത് ഈ ജഡരക്തങ്ങളിലാണ്. അല്ലെങ്കിൽ അപ്പൊ ജഡരക്തങ്ങളിലേക്ക് വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാലത്തിൽ ലോകാധിപതി സ്വർലോകത്തിൽ ദുഷ്ടാത്മസേന ഇറങ്ങി പ്രവർത്തിക്കാതിരിക്കണമെങ്കിൽ നീ പ്രാർത്ഥനയിൽ മുന്നിട്ടിരിക്കണം. കൃപയുടെയും യാചനയുടെയും ആത്മാവിൽ നിറയപ്പെടണം. കൃപയുടെ ഈ യാചന ആത്മാവിൽ നിറയപ്പെട്ട് നീ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി നീ പ്രയോജനപ്പെടണം. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്. കർത്താവ് സ്വർഗരാജ്യത്തിന് ചില ഗിഫ്റ്റുകളെ, ചില ശുശ്രൂഷകളെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നിന്നെ ദൈവത്തിന് ശക്തനായ ഒരു അപ്പോസ്തലനായി, പ്രവാചകനായി, സുവിശേഷകനായി, ഉപദേഷ്ടാവായി ഈ 5 തസ്തികകൾ ദൈവസഭയ്ക്ക് ദൈവം വെച്ചിട്ട് എഫെസ്യലേഖനം 4:10-11 വായിച്ച കാണാൻ കഴിയും. അപ്പം ദൈവം നിന്നെ ശക്തമായി കൃപാവര ശുശ്രൂഷ ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും തന്ന് നിന്നെ നിറയ്ക്കണമെങ്കിൽ നീ പ്രാർത്ഥനയിൽ ഉണർന്ന് ശോഭിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടശക്തിയെ നിനക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പാസ്റ്റേ ഞങ്ങൾക്ക് പോരാട്ടമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ പോരാട്ടം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങുമ്പോഴോ സ്വപ്നം കാണുക, പഠിക്കാൻ പറ്റില്ല, പേടിയാണ്, ഭയമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് പോരാട്ടമാണ്, ബന്ധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നീ വിലപിക്കുന്നുണ്ടല്ലോ. എന്താ വരുന്നത്? നിന്റെ ഭവനത്തിൽ പ്രാർത്ഥനയില്ലാതായിപ്പോയി. നിന്റെ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക്, മക്കൾക്ക് പ്രാർത്ഥനയില്ലാതായിപ്പോയി. പ്രാർത്ഥനയില്ലാതായി കഴിയും പിശാച് നിങ്ങളെ കോതമ്പ് വാറ്റുന്നത് പോലെ വാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ബന്ധനം ഒഴിയും? ബന്ധനം വഴിയും കെട്ട് കഴിയും. ആരാധനയെങ്കിൽ നമ്മൾ പാട്ട് പാടും. പക്ഷെ ബന്ധനം വഴി കെട്ട് കഴിയണമെങ്കിൽ, ആരാധനയിൽ അത് നീ സ്വതന്ത്രമാകണമെങ്കിൽ നീ കൃപയുടെയും യാചന ആത്മാവിനെ പ്രാപിച്ച ഏകാഗ്രത ഹൃദയത്തോടെ, നിർമ്മല മനസ്സോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ സുതാര്യമായ ഒരു അനുഭവത്തെ ദൈവസേന വന്നിരുന്ന ദൈവാത്മാവിനോട് നീ ചേരുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചിട്ട് കൃപയാ നിറയപ്പെട്ട്, യാചന ആത്മാവിനാ നിറയപ്പെട്ട് ആത്മാവിന് ശബ്ദം നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി മാറും. അങ്ങനെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ കേട്ടോ. പ്രൈസലോ. അപ്പൊ നിങ്ങൾ ആ ശത്രുവിനെ ജയിക്കണം. പ്രാർത്ഥനയാൽ മാത്രമേ നിങ്ങൾക്ക് നന്മകൾ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥനയിൽ മാത്രമേ നിങ്ങൾക്ക് നന്മ പ്രാപിക്കാൻ കഴിയൂ. അപ്പം പ്രാർത്ഥന എന്ത് ചെയ്യണം? പ്രാർത്ഥന ജാഗ്രതയോടെ ആയിരിക്കണം. കൃപയുടെ യാചന ആത്മാവിനെ പ്രാപിക്കണം. നിങ്ങൾ പ്രാർത്ഥന വീരന്മാരെ ശോഭിക്കണം. പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറച്ചിരിക്കണം. പ്രാർത്ഥന എഴുന്നേറ്റ് പ്രകാശിക്കണം. പ്രാർത്ഥന നിങ്ങളുടെ വിശുദ്ധയെ കാത്തു സൂക്ഷിക്കണം. പ്രാർത്ഥനയെ ദുഷ്ടശക്തികളെ എതിർക്കണം. പ്രാർത്ഥനയാൽ നിങ്ങൾ നന്മകൾ പ്രാപിക്കണം. എത്ര കാര്യങ്ങളല്ലേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ വചനമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നമുക്ക് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമെന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 2 ദിവസം ഭയങ്കര പനി, ചുമ, വിഭിഷ്ടം, ശ്വാസം മുട്ടൽ, ഭയങ്കര അസ്വസ്ഥ. ഇപ്പോഴും ഞാൻ എഴുതിയിട്ട് പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് പോലും ഞാൻ രാവിലെ ചിന്തിച്ചു പോയി. അത്രമാത്രം ശാരീരികമായി തളർന്ന അവസ്ഥയിലും ക്ഷീണമായിരിക്കുമ്പോഴും ദൈവം പറഞ്ഞ് നീ എഴുന്നേറ്റ് പ്രസംഗിക്കണം, എഴുന്നേറ്റ് പ്രകാശിക്കണം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നത് യഹോവയുടെ ദേശം നിന്റെ ഉദിച്ചിരിക്കുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-1 വാക്യം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറഞ്ഞ് പനിയുടെ ക്ഷീണത്തിന്റെ ആത്മാവിനെ അല്ല ഞാൻ നിനക്ക് തന്നത്, കൃപയുടെയും യാചനയുടെ ആത്മാവിനെ നിന്റെ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് നീ എഴുന്നേറ്റ് പ്രകാശിക്കണം, നീ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കർത്താവ് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുക, ഞാൻ അരുതാത്തതും കർത്താവ് ഇഷ്ടമില്ലാത്ത പറഞ്ഞു പോയി. അതുകൊണ്ട് കൃപയുടെ യാചന ആത്മാവിനെ പകർന്നുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കാൻ തയ്യാറാണ്. നേരെ കേൾക്കുന്നുണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ദൈവം നമ്മോട് ചേർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് മാത്രമേ കർത്താവിന്റെ ഹൃദയത്തെ സ്വീകരിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന് മാത്രമേ ദൈവത്തിന്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തോട് ചേരണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേരണം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടണം. ദൈവവചനത്തിൽ നാം വളരണം. അപ്പം പ്രാർത്ഥിക്കുന്നവനും മാത്രമേ കർത്താവിന്റെ ഹൃദയത്തിൽ സ്വീകാര്യമുള്ളവനായി മാറത്തുള്ളൂ. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് കർത്താവിന്റെ അല്ലെങ്കിൽ സകല ലക്ഷ്യങ്ങളും ഹിതവും ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം തന്റെ മുഴുവൻ ലക്ഷ്യങ്ങളും ഹിതവും വെളിപ്പെടുത്തും. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുക. നമുക്കറിയാം, നമ്മൾ പുതിയ നിയമമൊക്കെ വായിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹിതരായത്, യേശു സ്നേഹിച്ച ശിഷ്യൻ ഹല്ലേലൂയ യോഹന്നാൻ സുവിശേഷം മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടു. പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ, പത്മോസിന്റെ ആ കഠിനമായ ശോധന കടന്നു പോകുമ്പോൾ, പത്മോസിന്റെ ഏകാന്തതയിലും പ്രാർത്ഥിച്ച യോഹന്നാൻ ശിഷ്യനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യന്റെ പേരാണ് ദൈവം കൃപയുടെ യാചന ആത്മാവിനെ പകർന്ന് ഭാവിയിൽ സംഭവിക്കാനുള്ളത്.
അല്ലെ? ഭൂതകാലത്തെക്കുറിച്ച്, ഈ വർത്തമാന കാലത്തെക്കുറിച്ചും ഇനി ഭാവി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും മറനീക്കി കൊടുത്ത് യോഹന്നാൻ അതെഴുതി വെളിപ്പാട് പുസ്തകമായി ഒരു പ്രവചനമായി നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മറനീക്കി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിലേക്ക് വരണം. കൃപയുടെയും യാചനയുടെയും ആത്മാവിനാൽ നിറയപ്പെടണം. ഹല്ലേലൂയ. നമുക്ക് ഒറ്റ ബന്ധം ദൈവത്തോടായിരിക്കണം. ഒറ്റ ബന്ധം, ഏറിയ ബന്ധം ദൈവമായിട്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള എല്ലാ ബന്ധങ്ങളും ആകാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഒഴിച്ചു നിർത്തി ഒന്നും നീ ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് നമ്മൾ ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 18 അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഏലിയാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്തു? തീ ഇറങ്ങി എന്നുള്ളതാണ്. ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ തീ ഇറങ്ങി. ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീ ഇറങ്ങി. ആ തീ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ജനമെല്ലാം ഒന്നിച്ചു പറഞ്ഞ് യഹോവ തന്നെ ദൈവമാണെന്ന്. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 36 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബാലിന്റെ പ്രവാചകന്മാരും അശ്ശയുടെ പ്രവാചകന്മാരും രാവിലെ തൊട്ട് ഉച്ചവരെ അവർ നൃത്തം ചെയ്ത് അവരുടെ ദേവന്മാരെ സ്തുതിച്ചിട്ട് ദൈവപ്രവൃത്തി കാണാതെ കഴിഞ്ഞപ്പോൾ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പടത് ചുറ്റും തോടുകീറി വെള്ളമൊഴിച്ച് യാഗവസ്തുവിനെ കിടത്തി വെള്ളം കൊണ്ട് നനച്ചു. എന്നിട്ട് ഏലിയാവ് ഒറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്തു? സ്വർഗം ദിവ്യാഗ്നി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-36 വായിക്കണം. അങ്ങനെ വായിച്ചു വരുമ്പോൾ അതിന്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18 39 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എല്ലാ ജനവും അത് കണ്ടു. ജനമെല്ലാം അത് കണ്ട് കവിണ് വീണു. യഹോവ തന്നെ ദൈവം. അല്ലേ? യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. കാരണം ഒരു ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത് തീ ഇറങ്ങിക്കഴിഞ്ഞേ അശ്ശേരുടെയും ബാലിന്റെയും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പറയും യഹോവ തന്നെയാ ദൈവമെന്ന്. അല്ലേ? എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീ ഇറങ്ങിയതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് തീ ഇറങ്ങുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലേ? ഏലിയാവിന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ പോലെ ഒരാത്മാവിന്റെ തീയെ ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുക. ആത്മാവിന്റെ തീ ദൈവം നിന്റെ മേൽ പകർന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. ആ തീ ആളിക്കത്തുമ്പോൾ ചുറ്റുമുള്ള വണ്ടുകളെല്ലാം തീയുടെ അരികിലേക്ക് ഓടിയെത്തുന്ന പോലെ ഈ ഭൂമി പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന വലിയൊരു കൂട്ടം ജനം ആത്മാവിൽ തീയായി കത്തി നിന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ അരികിലേക്ക് ഓടിയെത്തും. ഹല്ലേലൂയ. അങ്ങനെ വരുന്നവരുടെ മേൽ ദൈവകൃപയുടെയും യാചന ആത്മാവിനെ പകരും. അതാണ് യോവേൽ പ്രവാചകൻ പുസ്തകം 2 അധ്യായം 28 വാക്യങ്ങൾ വായിക്കണം. അന്ത്യകാലത്ത് സകല ജഡത്തിനും എന്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന വൃത്തമായ സ്വപ്നങ്ങളെ കാണും. യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. എല്ലാവരും ഇരുന്നേയും അത് അപ്പോസ്തലപ്രവൃത്തി 2:16-17 വന്നു വരുമ്പോൾ യോവേൽ പ്രവാചകൻ പറഞ്ഞ വചനത്തിന്റെ പൂർത്തീകരണം കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരിക്കലും മാറ്റമില്ല. ദൈവാത്മാവ് പറയുന്ന വാക്ക് മാറത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ വാക്ക് മാറ്റും. മത നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും നമ്മുടെ കുടുംബത്തിലെ ഉറ്റവരുടെയും ഭാര്യ വാക്ക് മാറ്റി പറയും, ഭർത്താവ് വാക്ക് മാറ്റി, മക്കളെല്ലാം വാക്ക് മാറ്റി പറയുന്നേ. നമ്മുടെ ചങ്ക കരള എന്നൊക്കെ പറഞ്ഞു നടക്കുന്നൊരു പോലും വാക്ക് മാറ്റി പറയും. പക്ഷെ നമ്മുടെ കർത്താവ് വാക്ക് മാറ്റി പറയത്തില്ല. കർത്താവ് നിന്റെ കൃപയുടെയും യാചനയുടെ ആത്മാവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുക. നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, നീ ഇപ്പോൾ കരഞ്ഞ് നിലവിളിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, സമാധാനമില്ല, സന്തോഷമില്ലാതെ ജീവിതത്തിൽ നാളുകളായി നീ വിലപിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളുടെ മറുപടി കിട്ടാതെ ആ വിഷയത്തിനകത്ത് ദൈവം ചില പ്രവർത്തി അയക്കാൻ പോവുകയാണ്. ദൈവസന്നിധി വന്ന് ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കുക, നീ പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് ചില മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി അത് നിന്റെ ജീവിതത്തിൽ പോലും മറഞ്ഞിരിക്കുന്ന ചില നന്മകളെ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് നിന്റെ കുടുംബത്തിനും ദൈവം ഒരുക്കിയുള്ള നന്മയെ നിനക്ക് കാണാൻ കഴിയും. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും, നിന്റെ കൈ കൊണ്ട് തൊടുവാൻ കഴിയാതെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയാത്ത നിലയിൽ പിശാചിന് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ കൃപയുടെ യാതൊരു ആത്മാവിൽ നിറയപ്പെടുന്നെങ്കിൽ ആ തടസ്സങ്ങളെ ദൈവം മാറ്റും. അല്ലേ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് സാഹചര്യത്തിന് മുമ്പിൽ ആദ്യ തടസ്സം ചെങ്കടല. അല്ലേലിയ. ആ ചെങ്കടലിനെ നീക്കി അതിനകത്ത് ഒരു പെരുവഴി ഉണ്ടെന്ന് വെളിപ്പെടുത്തിയ ദൈവം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന പ്രതിസന്ധികളെ ദൈവം നീക്കിയിട്ട് ദൈവം ചില പുതിയ വഴി തെളിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം ഉണരാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുക. നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിന് നിന്റെ വലിയ കാര്യങ്ങളാണ് ചെയ്യുവാനുള്ളത്. നീ ഒരു സാധാരണക്കാരിയല്ല, നീ ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല. നിന്നിലൂടെ ഒരു അസാധാരണമായ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നത്.
ഹല്ലേലൂയ. ഫിലിപ്പോസിലൂടെ അസാധാരണമായി ശുശ്രൂഷ ചെയ്തെടുത്തു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സാധാരണ മനുഷ്യനാണ്. ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത പരിശുദ്ധമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ആ സാധാരണക്കാരായിരുന്ന ഫിലിപ്പോസിനെ ശമര്യ പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഫിലിപ്പോസ് അസാധാരണമായ ശുശ്രൂഷകളാണ് ദൈവം ചെയ്തത്. അതെ, നിന്നെ ദൈവം ചില ദേശത്ത്, ചില രാജ്യങ്ങളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് അയച്ച് നിന്നിലൂടെ ചില അസാധാരണമായ ശുശ്രൂഷകളെ ദൈവം വെളിപ്പെടുത്തി ചില കുടുംബങ്ങളെ പുറത്തെടുക്കുവാൻ, ചില ജീവിതങ്ങളെ പുറത്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ ഒന്ന് കരങ്ങളിൽ പണിയുവാൻ വേണ്ടി ആ കൃപയുടെ യാതൊരു ആത്മാവിനെ നീ പ്രാപിക്കുവാൻ നീ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ആദ്യം നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറും. നിന്നിലൂടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കേണ്ടത്. ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരാൾ വേണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരാൾ വേണം. അതിനാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ തെരഞ്ഞെടുത്ത കൂട്ടത്തിലാണ് നമ്മളൊക്കെ ഓരോരുത്തരും, ഞാനൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപയുടെ യാതൊരു ആത്മാവിന്റെ എന്റെ പേര് പകർന്നു തന്നു കഴിയുമ്പോൾ ദൈവം എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ തന്നു. അതുകൊണ്ടാണ് ഞാൻ ആത്മഭാരത്തോടെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, സകല ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ആ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ആത്മഭാരം നമുക്ക് ഏറ്റവും വലിയ ഭാരമായ ആത്മഭാരമായിരിക്കണം. നിങ്ങളുടെ അയൽവാസികളിലേക്ക് നോക്ക്, നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക് നോക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നോക്ക്, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നോക്ക്. എത്രയോ കുടുംബങ്ങളാണ് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കണ്ണുനീരിന് നടിയിലൂടെ അലമുറയിട്ട് കരയുന്ന എത്രയോ കുടുംബങ്ങൾ. മരണം മതി, ജീവിച്ചത് മതി എന്ന് പറഞ്ഞിരിക്കുക എത്രയോ കുടുംബങ്ങൾ. മരിച്ചാൽ മതി എന്ന് പറയുന്ന എത്രയോ ആളുകളാണുള്ളത്. മടുത്തു എന്ന് പറയുന്ന ഒത്തിരി പേരില്ലേ. ജീവിതം മടുത്തു, ഇതെന്താ നരകമാണ്, വീട് നരകമാണെന്ന് പറയുന്നവരില്ലേ. എന്താ മടുത്തിട്ടാ പറയുന്നത്. പക്ഷെ നീ മടുക്കാൻ പാടില്ല. നീ മടുത്ത് നിന്റെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടം സഹിച്ച് കർത്താവിനെ നീ നോക്കണം. എബ്രായ ലേഖനം 12-ാമത്തെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാ കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടം സഹിച്ച കർത്താവിനെ നിങ്ങൾ നോക്കണം. പ്രേരിച്ചോ. അപ്പൊ നാം ദൈവത്തിന് സന്നിധിക്ക് ഇറങ്ങി വേണം. നമുക്കറിയാം, പണ്ഡിതനായ എസ്രാ എന്ന് പറയുന്ന മനുഷ്യൻ, നിങ്ങൾക്കറിയാം എസ്രായുടെ പുസ്തകം 8-9 അധ്യായങ്ങളൊക്കെ വായിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എസ്രാ ഒരു വശത്ത് അവൻ ദൈവത്തിന്റെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഉപദേശിപ്പാനും മനസ്സ് വെച്ചിരുന്നു. മറുവശത്ത് ഇസ്രായേൽ ജനങ്ങളെ കുറിച്ചുള്ള ഭാരം അവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അയ്യോ, കർത്താവിന്റെ വിശുദ്ധ വിത്തായ ഇസ്രായേലർ അന്യജാതിക്കാരോട് കൂടെ ചേർന്നുവല്ലോ, വീഞ്ഞു കുടിച്ചു, തങ്ങളെ തന്നെ നശിപ്പിച്ചു. ഹല്ലേലൂയ. എസ്രാ ന്യായപ്രമാണം നന്നായിട്ട് വായിച്ചു പഠിക്കുകയും ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന എസ്രാ പുരോഹിതൻ അത് ചെയ്യുമ്പോൾ ഒരു വശത്ത് താൻ നോക്കും, ഇസ്രായേലിൽ എന്ത് ചെയ്തു? അന്യജാതിക്കാരുമായി ഇണയില്ലാപ്പിണ കൂടി സംബന്ധം ചേർന്നു. ഹല്ലേലൂയ. അവർ വീഞ്ഞു കുടിക്കാൻ തുടങ്ങി, ദൈവത്തിന് നകന്നുപോയി. അപ്പൊ എസ്രായുടെ വിലാപം കാണണമെങ്കിൽ നിങ്ങൾ എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം വായിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് എസ്രായ ഒരു പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വേണം. പ്രാർത്ഥിക്കുമ്പോഴാണ് കൃപ നമ്മുടെ മേൽ നിറയുന്നത്. പ്രാർത്ഥിക്കാത്തവന് കൃപ ഒരിക്കലും ദൈവം പകരത്തില്ല. അപ്പൊ എസ്രായെ പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം നെഹമ്യാവിന്റെ ഹൃദയത്തിൽ വളരെ സങ്കടം തോന്നിയെന്ന. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ സ്തോത്രം. പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാണ്ട് നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേമിന്റെ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നു എന്ന് നെഹമ്യാവ് കേൾക്കുക. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 3 തൊട്ട് വാക്യം വായിക്കണം. അപ്പൊ യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ അവൻ ഇത് കരഞ്ഞു എന്നാണ്. ഈ വർത്തമാനം നെഹമ്യാവ് കേട്ടപ്പോൾ നെഹമ്യാവ് ഇത് കരഞ്ഞു. ഹല്ലേലൂയ. അവൻ കരഞ്ഞു. അവൻ കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞിരുന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ, നിന്റെ ദാസനായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഒരു വലിയ പ്രാർത്ഥന നെഹമ്യാവ്. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇടിഞ്ഞു കിടക്കുന്നു. അതിലെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുക. അത് കണ്ടപ്പോൾ ആത്മഭാരം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ എസ്രായെ പോലെ നെഹമ്യാവിനെ പോലെ
നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം. പ്രാർത്ഥന ജീവിതം ഉണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്ക് കഴിയത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് വചനം നെഹമ്യാവിന്റെ ഭാരത്തെയും പ്രാർത്ഥനയെ കുറിച്ച് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ കഴിയും. യെരുശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിൽ തീവച്ചും ചുട്ടും കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ഇരുന്ന് കരഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? കൃപയുടെ യാതിന്റെ ആത്മാവിനാണോ നിറയപ്പെട്ട് നിൽക്കുന്നത്? കൃപയുടെ യാതിന്റെ ആത്മാവിനാണെങ്കിൽ ആരാധന സമയത്ത്, പ്രാർത്ഥന സമയത്ത് നിന്റെ ഹൃദയ ഏകാഗ്രമായിരിക്കട്ടെ. കുടുംബത്തിൽ പ്രാർത്ഥന വെളിപ്പെടട്ടെ. ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആത്മഭാരം നഷ്ടപ്പെടുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടാനുകൂടി ജനം നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സ്വന്തവും ബന്ധവും നമ്മുടെ ചാർച്ചക്കാരോ നമ്മുടെ അയൽവാസിയോ നമ്മുടെ സുഹൃത്തുക്കളോ ഒന്നും ആയിരിക്കത്തില്ല. പല രാജ്യത്താണ് 7 ഭൂഖണ്ഡങ്ങളിലാണ് 800 കോടിയധികം ജനമാണ് പാപത്തിൽ നശിച്ച് നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അവരെ അതിന് വിടുവിക്കുവാൻ, അവർ അത് മോചിക്കപ്പെടുവാൻ, ശരീരേക്ക് തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നിന്റെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നു. നീ നെഹമ്യാവിനെ പോലെ, ഇസ്രായേൽ പോലെ ദൈവത്തിന്റെ നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നോട് ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ആദ്യം നിന്റെ കുടുംബത്തിലെ ശാപങ്ങൾ, പാപങ്ങൾ, ബന്ധനങ്ങൾ അഴിയും. നിന്നെ ദൈവം സ്വതന്ത്രമാക്കും. നീ മുഖാന്തരം നിന്റെ കുടുംബം, നിന്റെ ദേശം, നിന്റെ സഭ അനുഗ്രഹിക്കപ്പെടും. നിന്നെ ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിക്കും. അതിനുവേണ്ടി നീ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പറയാമോ? കർത്താവേ, ആ കൃപയുടെ യാതിനെ ആത്മാവിൽ പകർന്ന ഒരു അസാധാരണമായ ശുശ്രൂഷയിൽ പകർന്നതേ, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ, ചെറിയ തീയത് വലിച്ചെടുക്കുവാൻ കർത്താവിനെ സഹായിക്കണം എന്ന് പറഞ്ഞതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവേ, ഞങ്ങൾ ദൈവത്തിന്റെ വചനം വായിച്ചതുപോലെ കൃപയുടെ യാതിന്റെ ആത്മാവിനെ പകർന്ന് കർത്താവ് ഈ കാലഘട്ടത്തിൽ അസാധാരണമായ ശുശ്രൂഷയ്ക്കായി ഒരു വലിയ കൂട്ടം ജനത്തെ ദൈവം ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ഭാര്യത്തിനും കൗമാരതി യൗവനത്തിനും വാർദ്ധക്യമായിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഈ കാലഘട്ടത്തിൽ ലോകമോഹങ്ങൾക്ക് അധീനമായി മാറാതെ, ഈ ലോകത്തിന് അനുഗ്രഹമായി മാറാതെ, കൃപയുടെ യാചന്റെ ആത്മാവിനെ നിറയപ്പെട്ട് ദൈവത്തിന്റെ ഏകാഗ്ര ഹൃദയത്തിൽ നിർമ്മലതയുടെ, പവിത്രതയുടെ, വിശുദ്ധിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വലിയ കൂട്ടം തലമുറയെ എഴുന്നേൽപ്പിക്കണനായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന വീരന്മാരെ, ചില സഹോദരന്മാരെ, സൗകര്യമാരെ തലമുറകൾ എഴുന്നേൽപ്പിക്കണമേ. എന്നാൽ ദൈവസഭയ്ക്ക് അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കണമേ. പ്രവാചകന്മാരെ, സുവിശേഷകന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ എഴുന്നേൽപ്പിക്കണമേ. അവരുടെ മേൽ കൃപയുടെ യാതിന്റെ ആത്മാവിനെ പകരണമേ. ഈ കാലഘട്ടത്തിൽ അസാധാരണമായി ശുശ്രൂഷ ചെയ്യുവാൻ ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിലിട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സകല ജനത്തിനു മേലും ഈ ആത്മാവിനെ പകർന്ന കൃപയുടെ യാതിനാത്മാവിനെ പകർന്ന് ദൈവനാമത്തോട് ശക്തമായി പ്രയോജനപ്പെടുന്നു. ഇന്ന് പകൽ ലോകമെമ്പാടും വ്യത്യസ്ത സമയങ്ങൾക്ക് ആരാധനകൾ ദൈവം അനുഗ്രഹിക്കണമേ. ലോകമെമ്പാട് ക്രൈസ്തവ പീഡനം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ കൃപയുടെ യാതിന്റെ ആത്മാവ് നിറയപ്പെട്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കാലവർഷമൊക്കെ പല സ്ഥലത്തും പ്രശ്നമാണെങ്കിലും കർത്താവ് സൂക്ഷിക്കണമേ. അനർത്ഥങ്ങളൊന്നും ഇല്ലാതെ കേരളത്തെ ലോകരാജ്യം സൂക്ഷിക്കണം. എല്ലാ ദൈവമക്കളെ സൂക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.